learners, today our topic e-check, that is electronic check. Then banking and insurance എന്ന് പറയുന്ന ടോപ്പിക്കിലെ നെക്സ്റ്റ് വൺ ഈസ് ഈ ബാങ്കിങ്ങിലെ e-check. Electronic check is an electronic image of paper check. The Negotiable Instruments and Miscellaneous Provisions Act 2002 has introduced the concept of electronic check by expanding the definition of check as given in the act. Electronic check is an electronic image of paper check. നമ്മൾ സാധാരണ കാണുന്ന ഒരു പേപ്പർ ചെക്കിൻ്റെ ഇലക്ട്രോണിക് ഇമേജ് ആണ് ഇത് ഇ ചെക്ക് എന്ന് പറയുന്നത്. Then according to new section 6A of the act, a check is an electronic form means check which contains the exact mirror image of a paper check and it is generated, written and signed in a signature with or without biometric signature and a symmetric crypto system. അതായത് നമ്മൾ സാധാരണ രീതിയിൽ കാണുന്ന ഓർഡിനറി ചെക്കിൻ്റെ ഒരു ഇലക്ട്രോണിക് ഫോമിനെയാണ് ഇ ചെക്ക് ഓർ ഇലക്ട്രോണിക് ചെക്ക് എന്ന് പറയുന്നത്. ഇമേജ് ഓഫ് എ പേപ്പർ ചെക്ക് ആൻഡ് ഇറ്റ് ഈസ് ജനറേറ്റഡ്, റിട്ടൺ ആൻഡ് സൈൻഡ് ഇൻ എ സിഗ്നേച്ചർ വിത്ത് ബയോമെട്രിക് സിഗ്നേച്ചറോടുകൂടി ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് ആയിട്ടാണ് ഇത് പറയുന്നത് ഇലക്ട്രോണിക് ചെക്ക് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ഇലക്ട്രോണിക് ചെക്ക്. Then first one is it is an exact mirror image of paper check. Then it is the electronic image of paper check. സാധാരണ നമ്മൾ കാണുന്ന ചെക്കിൻ്റെ ഒരു ഇലക്ട്രോണിക് ഇമേജ് ആണ് ഇത് ഈ ചെക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ജനറേറ്റഡ്, റിട്ടൺ ആൻഡ് സൈൻഡ് ഇൻ എ സെക്യൂർഡ് മാനർ യൂസിങ് ഡിജിറ്റൽ സിഗ്നേച്ചർ വിച്ച് ഈസ് ലീഗലി വാലിഡ്. ദെൻ നോക്കാം, സെക്കൻഡ് വൺ ഈസ് ഇറ്റ് ഈസ് ജനറേറ്റഡ്, റിട്ടൺ ആൻഡ് സൈൻഡ് ഇൻ എ സെക്യൂർഡ് മാനർ ആൻഡ് യൂസിങ് ഡിജിറ്റൽ സിഗ്നേച്ചർ വിച്ച് ഈസ് ലീഗലി വാലിഡ്. ലീഗലായിട്ട് വാലിഡ് ആയിട്ടുള്ള ഒരു ചെക്കായിരിക്കും ഇത് ഈ ചെക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റിട്ടൺ സൈൻഡ് ഇൻ എ സെക്യൂർഡ് മാനർ യൂസിങ് ഡിജിറ്റൽ സിഗ്നേച്ചർ ആണ്. കണ്ടോ, ഇവിടെ നമ്മൾ പെന്നുകൊണ്ട് എഴുതി സൈൻ ചെയ്യുന്ന പോലെയല്ലാതെ ഇലക്ട്രോണിക് ആയിട്ടുള്ള ഡിജിറ്റൽ സിഗ്നേച്ചർ ഉണ്ടല്ലോ, ആ ഡിജിറ്റൽ സിഗ്നേച്ചർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഏത് ഇഷ്യൂ ചെയ്യുന്നത്, ഈ ചെക്കുകൾ ഇഷ്യൂ ചെയ്യുന്നത്. It may or may not have a biometric signature. There should be minimum safety standards like a symmetric crypto system. There should be minimum safety standard like a symmetric crypto system. ക്രിപ്റ്റോ സിസ്റ്റം വഴി, അതായത് ഇത് ഇത്തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ ചെയ്യാനുള്ളൊരു സംവിധാനം, ആ ക്രിപ്റ്റോ സിസ്റ്റം വഴി there should be minimum safety standards like a symmetric crypto system. But then what is meant by e-check? E-check means electronic check. It is an electronic image of a paper check. What are the features എന്ന് ചോദിക്കുമ്പോൾ it is an exact image of the paper check. Then it is generated, written and signed in a secured manner using digital signature. There should be minimum safety standards like symmetric crypto system. Then what are the advantages of e-check? ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് ചെക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് ഈസ് പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ, ഇറ്റ് മോർ കൺവീനിയൻസ്, ലെസ് കോസ്റ്റ്ലി, അവോയ്ഡ്സ് ലോസ് ഇൻ ട്രാൻസിറ്റ് ആൻഡ് ബാഡ് ഡെലിവറി, എനി ടൈം ചെക്ക്, നോ ഡിലേ ഇൻ പേയ്മെൻറ്റ്, ഫെസിലിറ്റേറ്റ് ഇ ബാങ്കിങ്. Then ഇവിടെ ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ. Then e-check provides more protection to the customer than paper check and it is impossible to forge the signature of drawer. E-check is a more authentic and secured with the help of a digital signature. സാധാരണ ഒന്നുകൂടെ പ്രൊട്ടക്ഷനുള്ള ഒരു ചെക്ക് കൂടിയാണ് ഈ ചെക്ക് എന്ന് പറയുന്നത്. കാരണം ഈ ചെക്ക് ഈസ് മോർ ഒതൻറ്റിക് ആൻഡ് സെക്യൂർഡ്, ഇത്തിരിയുടെ ആധികാരികമായിട്ടുള്ളതും ഒതൻറ്റിക് ആൻഡ് സെക്യൂർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡിജിറ്റൽ സിഗ്നേച്ചറിൻ്റെ സഹായത്തോടു കൂടി ചെയ്യുന്നതാണ് ഇത് ഈ ചെക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ, സെക്കൻഡ് വൺ ഈസ് മോർ കൺവീനിയൻറ്റ്. ദർ ഈസ് നോ നീഡ് ഓഫ് ക്യാരിങ് ചെക്ക് ബുക്ക് ഓർ ചെക്ക് ലീഫ് ടു ദ ബാങ്ക് ഫോർ ട്രാൻസാക്ടിങ് ബിസിനസ്. A specimen check prepared on an electronic mode in a computer of the customer can be used always by filing it and sending it by email to the bank. It is more convenient. എന്ന് പറയുന്നതിൽ നമുക്കൊന്നുകൂടെ സൗകര്യപ്രദമായിട്ടുള്ളതാണ് ഇത് ഇ ചെക്ക് എന്ന് പറയുന്നത്. ദർ ഇസ് നോ നീഡ് ഫോർ ക്യാരിങ് ഇ ചെക്ക് ഓർ ചെക്ക് ലീഫ് ടു ദ ബാങ്ക് ഫോർ ട്രാൻസാക്ടിങ് ബിസിനസ്. നമുക്ക് ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്യാനായിട്ട് ചെക്ക് ലീഫുകൾ ക്യാരി ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. സ്പെസിമെൻ ചെക്ക് പ്രിപ്പയർഡ് ഓൺ ഇലക്ട്രോണിക് മോഡ് ഇൻ എ കമ്പ്യൂട്ടർ ഓഫ് ദ കസ്റ്റമർ ക്യാൻ ബി യൂസ്ഡ് ഓൾവേസ് ഫയലിംഗ് ഇറ്റ് ആൻഡ് സെൻഡിങ് ഇറ്റ് ടു ഇമെയിൽ ടു ദ ബാങ്ക്. നേരിട്ട് തന്നെ ബാങ്കിൽ, അതായത് നമുക്ക്
കമ്പ്യൂട്ടറിൽ തന്നെ ചെയ്തുകൊണ്ട് അതിനാൾക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നേരിട്ട് നമുക്ക് ബാങ്കിലേക്ക് ഫോർവേഡ് ചെയ്യാവുന്ന രീതിയിൽ മോർ കൺവീനിയൻ്റ് ആണ് ഇലക്ട്രോണിക് ചെക്ക് എന്ന് പറയുന്നത്. ലെസ് കോസ്റ്റ്ലി. ദ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ഇ ചെക്ക് ഈസ് പ്രാക്ടിക്കലി നിൽ. അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും, ലെസ് കോസ്റ്റ്ലി ആണ്. ദെൻ അവോയ്ഡ്സ് ലോസ് ഇൻ ട്രാൻസിറ്റ്, ബാഡ് ഡെലിവറി എക്സെട്ര. In the case of paper check, there is very possibility of loss in transit of bad delivery. Such problems do not arise in e-check. അതായത് avoids loss in transit, bad delivery, etc. In the case of paper check, there is a very possibility of loss in transit, bad delivery. Such problems do not arise in e-check. അതായത് നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഇടയിലോ കൈമാറ്റം ചെയ്യപ്പെടുന്നതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് നഷ്ടം സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട് സാധാ പേപ്പർ ചെക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് നമുക്ക് അവോയ്ഡ് ട്രാൻസിറ്റ്, അതായത് അത്തരം ട്രാൻസ്മിഷൻ നമുക്ക് കൈകാര്യം ചെയ്യുന്നതിലൊക്കെ നമുക്കത് അവോയ്ഡ് ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നു, ദെൻ അത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നു. എനി ടൈം ചെക്ക്, ഇ ചെക്ക് ഈസ് എനി ടൈം ചെക്ക് ആൻഡ് ഇറ്റ് ഈസ് ക്യാൻ ബി ഡ്രോൺ എനി ടൈം ഡ്യൂറിങ് ദ ഡേ. എ പേപ്പർ ചെക്ക് ക്യാൻ ബി ട്രാൻസാക്റ്റഡ് ഓൺലി ഡ്യൂറിങ് ദ ബാങ്കിങ് ഹവേഴ്സ്. അതായത് ഏത് സമയത്തും നമുക്ക് എന്ത് ചെയ്യാം, എപ്പോഴും ഒരു ഇ കൊമേഴ്സ് അല്ലെങ്കിൽ ഇ ബാങ്കിങ് എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ദെൻ 24 hours ആണ്. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ എനി ടൈം ഏത് സമയത്ത് വേണമെങ്കിലും നമുക്കത് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. നോ ഡിലേ ഇൻ പേയ്മെൻറ്റ്, നമുക്കത് പേയ്മെൻറ്റ് നടത്തുന്നതിൽ യാതൊരു ഡിലേയും വരുന്നില്ല. ആൻഡ് ഫെസിലിറ്റേറ്റ് ഇ ബാങ്കിങ്. ഇ ചെക്ക് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് ഓഫ് ഇ ബാങ്കിങ്. നമ്മളിപ്പോഴും ഇ ബാങ്കിങ്ങിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇ ബാങ്കിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നതിൽ ഫെസിലിറ്റേറ്റ് ഇ ബാങ്കിങ്ങിന് ഉള്ള ഒരു അവസരം കൂടെ ക്രിയേറ്റ് ചെയ്ത് തരുന്നു. അപ്പോൾ ദീസ് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ഇലക്ട്രോണിക് ചെക്ക്. അപ്പോൾ ശരിക്കും ഒരു പേപ്പർ ചെക്കിൻ്റെ ഒരു ഇലക്ട്രോണിക് ഇമേജ് ആണ് ഇത് എന്ന് പറയുന്നത്, ഇ ചെക്ക് എന്ന് പറയുന്നത്. Then it provides more protection, it is more convenient, then less costly and avoids loss in transit, any time check and no delay in payment and facilitate e-banking. Then next one is ATM, automated teller machine, that is anytime money. Automated teller machine or ATM is a computerized device that enables the clients of a financial institution to perform financial transactions without the need of a cashier, clerk or bank teller. അപ്പോൾ ഇതിൽ പറയുന്നത് ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ എന്ന് പറയുന്നത് ATM, ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ ഈസ് എ കമ്പ്യൂട്ടറൈസ്ഡ് ഡിവൈസ് that enables the clients of a financial institution to perform financial transactions without the need of cashier, clerk or a bank teller. നമുക്കറിയാം ATM എന്ന് പറയുന്നത് വളരെ സുപരിചിതമായിട്ടുള്ള നമ്മുടെ ഇന്നത്തെ വൺ ഓഫ് ദി ബാങ്കിങ് ഇന്നോവേഷൻസിൽ വന്നിട്ടുള്ളൊരു മാറ്റമാണ് ATM എന്ന് പറയുന്നത്. ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ നമ്മൾ യൂസ് ചെയ്യാത്തവരാരുമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാഷ് വിഡ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ഒക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്, ATM ഫെസിലിറ്റീസ് ഉപയോഗിക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ദെൻ ആ ഫെസിലിറ്റി ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ എന്നാണ് അതിൻ്റെ പേര്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് എനി ടൈം മണി. ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീനെ എനി ടൈം മണി എന്നുള്ള പേരിലും അറിയപ്പെടുന്നു. ദെൻ ഇറ്റ് ഈസ് എ കമ്പ്യൂട്ടറൈസ്ഡ് ഡിവൈസ് ദാറ്റ് എനേബിൾസ് ദ ക്ലയൻസ് ഓഫ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു പെർഫോം ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ വിത്ത് ദ നീഡ് ഓഫ് കാഷ്യർ, ബാങ്ക് ക്ലർക്ക് ഓർ ബാങ്ക് ടെല്ലർ. അതായത് ഇപ്പോൾ നമ്മൾ പറയുന്നത് ഈ ATM എന്ന് പറയുന്ന ഫെസിലിറ്റീസ് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നു, ഒരു ബാങ്കിങ് ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ടുള്ള ട്രാൻസാക്ഷൻസൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വിഡ്രോ ചെയ്യാനോ ഒരു ബാങ്കിൽ പോകേണ്ട ആവശ്യമില്ല, ബാങ്ക് ക്ലർക്കിൻ്റെ ആവശ്യമില്ല, ഒരു കാഷ്യറുടെ ആവശ്യമില്ല, അങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ബാങ്കിങ് ട്രാൻസാക്ഷൻസ് നടത്താനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. The next one is ATMs are known by various other names including automated banking machine, cash machines, etc. On modern ATMs, the customer is identified by inserting a plastic ATM card with a magnetic strip. Authentication is provided by the customer entering the personal identification number, that is a PIN. Using an ATM, customers can access their bank account in order to make cash withdrawals, check their account balances and purchase prepaid mobile phone credit. The first modern ATMs came into use in December 1972 in the UK. ATMs are placed not only inside or near the premises of bank but also the locations such as shopping centers, bus stations, railway stations, airports and other important centers.
ATMs have sign above the indicating the name of the banks and the list of ATM network to which the machine is connected. Most ATMs are connected to interbank network, enabling people to withdraw the deposit money from machines not belonging to the bank where they have their accounts. അതായത് ഇപ്പം നമ്മൾ സാധാരണ പറയുന്നത് ബാങ്കിൽ തന്നെയോ അല്ലെങ്കിൽ ബാങ്കിനോട് കൂടെ ചേർന്നിട്ട് തന്നെ ATM ഫെസിലിറ്റീസ് വേണമെന്നില്ല. നമുക്കറിയാം, നമുക്ക് ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ മറ്റും നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ചില സെക്ഷനിലൊക്കെ നമുക്ക് ATM കൗണ്ടേഴ്സ് അവൈലബിൾ ആണ്. ആ ATM കൗണ്ടറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയും അത് വിഡ്രോ ചെയ്യാനായിട്ട് കസ്റ്റമേഴ്സിന്, അപ്പോൾ അതായത് ട്രാവലിംഗ് പൈസ കൊണ്ട് നടക്കേണ്ട ബുദ്ധിമുട്ടുകളൊക്കെ നമ്മളെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഇനി അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, ഇറ്റ് എനേബിൾസ് ദ ബാങ്ക്സ് ടു പ്രൊവൈഡ് ഫാസ്റ്റ് സർവീസ് ഇൻ ടേംസ് ഓഫ് ആക്സസിബിലിറ്റി ടു ക്യാഷ് 24 hours എ ഡേ ഓൺ എ സൺഡേ ആൻഡ് അതർ ഹോളിഡേയ്സ്. അതായത് ഇറ്റ് എനേബിൾസ് ദ ബാങ്ക് ടു പ്രൊവൈഡ് ഫാസ്റ്റ് സർവീസ് ഇൻ ടേംസ് ഓഫ് ആക്സസിബിലിറ്റി ടു ക്യാഷ്. ഏത് സമയത്തും നമുക്ക് ക്യാഷ് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇറ്റ് എനേബിൾസ് ദ ബാങ്ക്സ് ടു പ്രൊവൈഡ് ഫാസ്റ്റ് സർവീസ് ഇൻ ടേംസ് ഓഫ് ആക്സസിബിലിറ്റി ടു ക്യാഷ് 24 hours എ ഡേ ഈവൻ ഓൺ സൺഡേസ് ആൻഡ് അതർ ഹോളിഡേയ്സ്. സാറ്റർഡേയിലും സൺഡേസിൽ പോലും നമുക്ക് എന്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, ATM ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ക്വിക്ക് ആൻഡ് സ്പീഡി സർവീസസ് ടു കസ്റ്റമേഴ്സ്. നമുക്ക് 24 hours സർവീസ് ഉണ്ട്, അതേസമയം തന്നെ സ്പീഡി ട്രാൻസാക്ഷനാണ്. അതേസമയം സൺഡേ, സാറ്റർഡേ അതേപോലെയുള്ള പബ്ലിക് ഹോളിഡേയ്സ് ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, ഏത് സമയത്ത് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ദ ബാങ്ക്സ് ഇൻ റിഡ്യൂസിങ് ക്രൗഡ് അറ്റ് എ ബാങ്ക് കൗണ്ടർ. മാത്രമല്ല ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ബാങ്കിൽ ഒരുപാട് പേര് വന്ന് ക്യൂ നിന്ന് ദെൻ അത് ക്ലിയർ ചെയ്ത് പോകാനെടുക്കുന്ന സമയം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വലിയ ക്രൗഡിനെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ദ ബാങ്ക് ഇൻ റിഡ്യൂസിങ് ക്രൗഡ് അറ്റ് എ ബാങ്ക് കൗണ്ടർ. Then the customer can operate it, therefore he need not wait for the help of the others. It provides privacy in transactions. The service of ATMs are made available in money convenient locations. It reduces excessive workload of bank staff. It reduces the excessive workload of the bank staff. Bank staffന്റെ excessive workload കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. These are the advantages of ATM. Then next one is debit card and credit card. One of the another advantages of e-banking എന്ന് പറയുന്നതാണ് ഇഷ്യൂ ഓഫ് ഡെബിറ്റ് കാർഡ് ആൻഡ് ക്രെഡിറ്റ് കാർഡ്. Then first one is what is meant by debit card. Debit card is an electronic card issued by the bank which allows bank clients access to their accounts to withdraw cash or pay goods and services. This removes the need for bank clients to go to the bank to collect cash from their accounts, as they can go to ATM or pay electronically at merchant locations. This type of card as a form of payment removes the need for check, as the debit card immediately transfer money from the customer's account to the account of the merchant. അതായത് ഡെബിറ്റ് കാർഡുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇലക്ട്രോണിക് കാർഡാണ് ഇഷ്യൂഡ് ബൈ ദി ബാങ്ക് വിച്ച് അലൗസ് ബാങ്ക് ക്ലയൻറ്റ്സ് ടു ആക്സസ് ടു ദെയർ അക്കൗണ്ട്സ് ടു വിഡ്രോ ക്യാഷ് ഓർ പേ ഗുഡ്സ് ആൻഡ് സർവീസസ്. What is meant by debit card? Debit card is an electronic card issued by the bank which allows bank clients access to their accounts to withdraw cash or pay of goods and services. അതായത് സാധനങ്ങൾ വാങ്ങിക്കുന്നതിനായിട്ടോ പേയ്മെൻറ്റുകൾ നടത്താനായിട്ടോ ക്യാഷ് വിഡ്രോ ചെയ്യുന്നതിനായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പണം വിഡ്രോ ചെയ്യാനായിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് കാർഡാണ് ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ദിസ് റിമൂവ്സ് ദ നീഡ് ഫോർ ബാങ്ക് ക്ലയൻറ്റ് ടു ഗോ ബാങ്ക് ഫോർ കളക്ടിങ് ദ ക്യാഷ്. മാത്രമല്ല നമ്മൾ ഈ കാർഡ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും കസ്റ്റമേഴ്സ് ബാങ്കിൽ വന്ന് പണം വിഡ്രോ ചെയ്യേണ്ട കാര്യമില്ല. ആ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ATM കൗണ്ടേഴ്സിൽ നിന്ന് വിഡ്രോ ചെയ്യാം. അതേസമയം തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, പർച്ചേസ് ഓൺ ദി സ്പോട്ട് അവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പേയ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കും. As a form of payment, removes the need for checks, and the debit card immediately transfers money from the customer's account to the account of the merchant. The next one is debit card are of two types. രണ്ട് തരത്തിലാണ് ഡെബിറ്റ് കാർഡ് ഉള്ളത്. Direct debit card and deferred debit card. Direct debit card, also known as online debit card, requires online authorization of every transaction and the debit are shown in the user's account immediately. The transactions may be additionally secured with a personal identification number, that is a PIN number. Debit card allows only online transactions and there is an immediate electronic transfer of money from the customer's bank account to the merchant's account.
അതായത് ഡയറക്റ്റ് ഡെബിറ്റ് കാർഡ് വളരെ ഈസി ആയിട്ട് ഓൺലൈൻ ബിസിനസ് ട്രാൻസാക്ഷൻസ് നടത്താനായിട്ട് സഹായിക്കുന്നു. അതേസമയം വളരെ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റുകൾ നടത്താനായിട്ട് സഹായിക്കുന്നു. ദെൻ ഡിഫേർഡ് കാർഡ് സിസ്റ്റം വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് ഓഫ്ലൈൻ ഡെബിറ്റ് സിസ്റ്റം. The merchant's terminals reads the card and creates a debit against the customer's account. These cards are used as a point of sale. It is subject to a daily limit and a maximum limit equal to the current account balance from which is draws money. Transactions done with a deferred debit card require 2 or 3 days to reflect the user's account balance. അതായത് 2-3 ദിവസത്തിനുള്ളിലാണ് ഇതിൻ്റെ ട്രാൻസാക്ഷൻസ് നടക്കുക. അത് ഓഫ്ലൈനിലാണ് ആ ട്രാൻസാക്ഷൻസ് നടക്കുക. അത്തരത്തിലുള്ള കാർഡുകൾ ഡിഫേർഡ് പിന്നീടായിരിക്കും അതിൻ്റെ അക്കൗണ്ട് ഇൻഫർമേഷനൊക്കെ വരിക. ദറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഡിഫേർഡ് ഡെബിറ്റ് കാർഡ് എന്ന് പറയാം. ഇനി വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ഡെബിറ്റ് കാർഡ് ആൻഡ് ക്രെഡിറ്റ് കാർഡ്? Then a customer who is not credit worthy may find it difficult to obtain a credit card. In such a cases he can obtain debit card easily to do transactions. അവിടെ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് a customer who is not credit worthy may find it difficult to obtain a credit card. In such a case he can obtain debit card easily and do transactions. അതായത് നമുക്ക് ബിസിനസ് ട്രാൻസാക്ഷൻസ് നടത്താനായിട്ട് ഡെബിറ്റ് കാർഡുകൾ യൂസ് ചെയ്യാം. ഡെബിറ്റ് കാർഡ്സ് ആർ ആക്സെപ്റ്റഡ് ബൈ മെർച്ചൻറ്റ് വിത്ത് ലെസ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് സ്ക്രൂട്ടിനി. ഡെബിറ്റ് കാർഡ് ക്യാൻ ബി യൂസ്ഡ് ആസ് എൻ ATM കാർഡ് ഫോർ വിഡ്രോയിങ് ക്യാഷ്. ഒരു ATM കാർഡ് പോലെ തന്നെ ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഡെബിറ്റ് കാർഡ് അവോയ്ഡ്സ് ക്യാരിയിങ് ചെക്ക് ബുക്ക് ഓർ ക്യാഷ്. ചെക്ക് ബുക്കോ അല്ലെങ്കിൽ ക്യാഷോ നമ്മൾ കൈവശം വെക്കേണ്ടതില്ല. They are best suited to international travelers. ഇത് ഇൻ്റർനാഷണൽ ട്രാവലേഴ്സിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ്. ഡിസഡ്വാൻറ്റേജസ്: use of debit card is not usually limited to the existing funds in the accounts to which is linked. Most banks allow a certain amount over the available bank balance which can be used cause overdraft. Many banks are now charging over limit fees or non-sufficient funds fees which may become a burden for an ordinary customer. In some countries debit card offers lower level of security protection than credit card. ഇവിടെ what are the disadvantages ആണ് പറയുന്നത്. ആ ഡിസഡ്വാൻറ്റേജസിലെ യൂസ് ഓഫ് ഡെബിറ്റ് കാർഡ് not usually limited to the existing funds in the account to which is linked. Most banks allow certain amount over to available to bank balance which can cause overdraft. അതായത് നമ്മുടെ അക്കൗണ്ട് ബാലൻസ് കഴിഞ്ഞാൽ പോലും കൂടുതൽ എമൗണ്ട് വിഡ്രോ ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി അനുവദിക്കുന്നുണ്ട്. മെനി ബാങ്ക്സ് ആർ നൗ ചാർജിങ് ഓവർ ലിമിറ്റ് ഫീസ്. അത്രയും കൂടുതൽ എമൗണ്ട് അനുവദിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഫീസ് കൂടെ ചാർജ് ചെയ്യപ്പെടുന്നുണ്ട്. നോൺ സഫിഷ്യൻറ്റ് ഫണ്ട്സ് ഫീസ് വിച്ച് മേ ബിക്കം ബർഡൻ ഓഫ് എനി ഓർഡിനറി കസ്റ്റമർ. ചിലപ്പോൾ അത് കസ്റ്റമേഴ്സിന് ഒരു ബർഡൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഇൻ സം കൺട്രീസ് ഡെബിറ്റ് കാർഡ് ഓഫർ ലോവർ ലെവൽ ഓഫ് സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ ദെൻ ക്രെഡിറ്റ് കാർഡ്. അതായത് ചില രാജ്യങ്ങളിലെ ഡെബിറ്റ് കാർഡ് ഓഫർ ലോവർ ലെവൽ ഓഫ് സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ than credit card. Then next one is what is meant by credit card. Credit card is a plastic money which acts as an instrument of credit. Actually credit card replaces the proper currency. The credit card holder need not carry cash with them. It allows the holder to buy goods and services based on the holder's promises to pay goods and services. The issuing bank creates a revolving account and grants credit to the customer from which he can borrow money of payment to merchant or as a cash advances to the user. Visa card, Mastercard, etc. അതായത് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ ബാങ്കർ ഒരു അഡ്വാൻസ് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതൊരു പ്ലാസ്റ്റിക് മണിയാണ്. ഇവിടെ പറയുന്ന ക്രെഡിറ്റ് കാർഡ് ഈസ് എ പ്ലാസ്റ്റിക് മണി വിച്ച് ആക്ട് ആസ് എൻ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ക്രെഡിറ്റ്. ഒരു ക്രെഡിറ്റ് അതായത് മാത്രമല്ല ആക്ച്വലി ക്രെഡിറ്റ് കാർഡ് റീപ്ലേസസ് ദ പ്രോപ്പർ കറൻസി. ദ ക്രെഡിറ്റ് കാർഡ് ഹോൾഡർ നീഡ് നോട്ട് ക്യാരി ക്യാഷ് വിത്ത് ദം. അവരുടെ കയ്യിൽ ക്യാഷിൻ്റെ ആവശ്യമില്ല. ദ ഹോൾഡർ ടു ബൈ ഗുഡ്സ് ആൻഡ് സർവീസസ് ബേസ്ഡ് ഓൺ ദ ഹോൾഡേഴ്സ് promise to pay for those goods and services. The issuing bank creates a revolving account and grant credit to the customer from which he can borrow money for payment to a merchant or as a cash advances to the user. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ നമുക്ക് ആ എമൗണ്ട് ബാങ്കർ ക്രെഡിറ്റ് ചെയ്ത് തരുന്നത്. Then next one is credit card are issued by the bank after an account has been approved by the credit provider. The credit card holder can make purchase using the card when a
purchase is made, the card holder agrees to pay the card issuer by signing a receipt with a record of the card details and indicating the amount to be paid. Electronic verification system allows merchant to verify in a few seconds that the card is valid and credit card holder has a sufficient credit to cover the purchase. നെക്സ്റ്റ് അതിൽ പറയുന്നത് ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ സിസ്റ്റം അലൗസ് മെർച്ചൻറ്റ് ടു വെരിഫൈ ഫ്യൂ സെക്കൻഡ്സ് ദാറ്റ് ദ കാർഡ് ഈസ് വാലിഡ് ആൻഡ് ക്രെഡിറ്റ് കാർഡ് ഹോൾഡർ ഹാസ് സഫിഷ്യൻറ്റ് ക്രെഡിറ്റ് ടു കവർ ദി പർച്ചേസ്. What are the features of credit card? Even without any balance in the current or savings account, a person can make payment up to a limit allowed by the bank, taking into consideration the financial standing of the customer. The next one, it can be used as an ATM card for withdrawing money from account. അതായത് ചില സിറ്റുവേഷനിൽ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എൻ ATM കാർഡ്, അതായത് പണമില്ലെങ്കിൽ പോലും പർച്ചേസ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി ബാങ്കർ ക്രെഡിറ്റ് കാർഡ് ഹോൾഡേഴ്സിന് അലൗ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എൻ ATM കാർഡ് ഫോർ വിഡ്രോയിങ് മണി ഫ്രം ആൻ അക്കൗണ്ട്. ഇനി ദ ക്രെഡിറ്റ് അലോഡ് ബൈ ദ ബാങ്ക് ഈസ് ടു റീഇംബേഴ്സ്ഡ് ബൈ ദ കസ്റ്റമർ to the bank with a specified period and the credit limit is automatically renewed. മാത്രമല്ല ഈ അനുവദിച്ചിട്ടുള്ള എമൗണ്ടുകളൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ കസ്റ്റമർ റീഇംബേഴ്സ് ചെയ്തിരിക്കണം, അതായത് തിരിച്ചടച്ചിരിക്കണം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കൂടെയുണ്ട്. ദ ക്രെഡിറ്റ് അലൗഡ് ബൈ ദ ബാങ്ക് ഈസ് ടു ബി റീഇംബേഴ്സ്ഡ് ബൈ ദ കസ്റ്റമർ ടു ദ ബാങ്ക് വിത്ത് എ സ്പെസിഫൈഡ് പീരിയഡ് ആൻഡ് ദ ക്രെഡിറ്റ് ലിമിറ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി റിന്യൂഡ്. Then next one is what are the advantages of credit card? Credit card യൂസ് ചെയ്യുന്നതുകൊണ്ടുണ്ടാകാവുന്ന advantages. There is no need for carrying cash while traveling. Then shopping can be done very easily. Card holder can enjoy security and convenience. Credit card increases the purchasing power of the card holder. The card holder is required to settle the account with the bank only once in a month. Card holders are given special ഡിസ്കൗണ്ട്സ് ഓർ പർച്ചേസ് മെയ്ഡ് ഫ്രം സെർട്ടൻ വെൽ നോൺ ട്രേഡേഴ്സ്. അതായത് ക്രെഡിറ്റ് കാർഡിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ദർ ഈസ് നോ നീഡ് ഫോർ ക്യാരിയിങ് ക്യാഷ്, നമുക്ക് ക്യാഷ് കൈവശം വെക്കേണ്ടതില്ല. ഷോപ്പിംഗ് ക്യാൻ ഡൺ വെരി ഈസിലി, നമുക്ക് വളരെ ഈസി ആയിട്ട് ഷോപ്പിംഗ് നടത്താനായിട്ട് സാധിക്കുന്നു. കാർഡ് ഹോൾഡർ ക്യാൻ എൻജോയ് സെക്യൂരിറ്റി ആൻഡ് കൺവീനിയൻസ്. ദെൻ ക്രെഡിറ്റ് കാർഡ് ഇൻക്രീസസ് ദ പർച്ചേസിംഗ് പവർ ഓഫ് ദി കാർഡ് ഹോൾഡർ. കാർഡ് ഹോൾഡർ ഈസ് റിക്വയർഡ് ടു സെറ്റിൽ ദ അക്കൗണ്ട് വിത്ത് ദ ബാങ്ക് ഓൺലി വൺസ് ഇൻ എ മന്ത്. മാസത്തിൽ ഒരു തവണയെങ്കിലും എന്ത് ചെയ്തിരിക്കണം, കാർഡ് ഹോൾഡർ അവരുടെ അക്കൗണ്ട് സെറ്റിൽമെൻറ്റ്. ഇപ്പോൾ നമുക്കറിയാലോ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ ബാങ്കറാണ് നമുക്ക് ക്രെഡിറ്റ് അനുവദിച്ച് തരികയാണ് ചെയ്യുന്നത്. എന്നാൽ ഡെബിറ്റ് എന്ന് പറയുമ്പോൾ ഡെബിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡെബിറ്റ് കാർഡുകൾ അതിന് കാർഡ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ വിഡ്രോ ചെയ്യുകയാണ് ചെയ്യുക. അവിടെ നമുക്ക് ബാലൻസ് ഇല്ലാത്ത പക്ഷമാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഓവർ ഡ്രാഫ്റ്റ് അനുവദിക്കുന്നത്. ക്രെഡിറ്റ് കാർഡിനെ സംബന്ധിച്ചിടത്തോളം ബാങ്കർ ക്രെഡിറ്റ് അനുവദിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ഡിസഡ്വാൻറ്റേജസ് പറയുന്നത് എ ക്രെഡിറ്റ് കാർഡ് ഹോൾഡർ മേ മേക്ക് അൺനെസസറി പർച്ചേസ് ബിക്കോസ് ഹി ഈസ് റിക്വയർഡ് ടു പേ ദ എമൗണ്ട് ഓൺലി ലേറ്റർ. ദിസ് മേ ലീഡ് ടു ഓവർ സ്പെൻഡിങ്. The high interest rate and other hidden charges may lead to financial difficulties to card holder. അതായത് ഇവിടെ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് അതർ ഹിഡൻ ചാർജസ് മേ ലീഡ് ടു ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടി. ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പണം അഡ്വാൻസ് ആയിട്ട് തരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ദ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് അതർ ഹിഡൻ ചാർജസ് മേ ലീഡ് ടു ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ടു കാർഡ് ഹോൾഡർ. There is a chance for fraud and other activities, people resulting in the loss of huge sums. What are the difference between ക്രെഡിറ്റ് കാർഡ് ആൻഡ് ഡെബിറ്റ് കാർഡ്? ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ദെൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് what are the difference between debit card and credit card? Withdrawal using debit card is against on money lying in the customer's account, but the case of credit card, withdrawal is made out of the credit facilities offered by the bank up to a certain limit. These are the first important difference between debit card and credit card. അവിടെ എന്താ ചെയ്യുന്നത്, withdrawal using debit card is against on money. നമ്മുടെ തന്നെ പണം ഉപയോഗിച്ചുകൊണ്ട് ഷോപ്പിംഗ് നടത്തുന്നതിനായിട്ട് ബാങ്കർ ഇഷ്യൂ ചെയ്യുന്ന കാർഡാണ് ഇത് ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത്. കേട്ടോ, ഓൺ മണി ലൈങ് ദ കസ്റ്റമേഴ്സ് അക്കൗണ്ട്, നമ്മുടെ അക്കൗണ്ടിലുള്ള പൈസ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നു, ഷോപ്പിംഗ് നടത്താനോ വിഡ്രോ ചെയ്യാനൊക്കെ സാധിക്കുന്നു എന്ന് പറയുന്നതാണ്. ദെയർ ഓൺ മണിയാണ് അവിടെ ഉപയോഗപ്പെടുത്തുന്നത്. എന്നാൽ ബട്ട് ഇൻ ദ കേസ് ഓഫ് ക്രെഡിറ്റ് കാർഡ്, വിഡ്രോവൽ ഈസ് മെയ്ഡ് ഔട്ട് ഓഫ് ദി ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഓഫേർഡ് ബൈ ദ ബാങ്ക് അപ് ടു എ സെർട്ടൻ ലിമിറ്റ്. എന്നാൽ
ഇവിടെ പറയുന്ന ക്രെഡിറ്റ് കാർഡിൻ്റെ കേസിലാണെങ്കിൽ വിഡ്രോവൽ ഈസ് മെയ്ഡ് ഔട്ട് ഓഫ് ദി ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഓഫേർഡ് ബൈ ദ ബാങ്ക് അപ് ടു എ സെർട്ടൻ ലിമിറ്റ്. എന്നാൽ ബാങ്കർ നമുക്ക് എന്ത് ഓഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്, ഒരു സെർട്ടൻ ലിമിറ്റ് വരെ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് അനുവദിച്ച് തരികയാണ് ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് ഡെബിറ്റ് കാർഡ് there is no risk of overspending as a withdraws his own money, but in the case of credit card there is a tendency of overspending as he can withdraw up to a specified limit. അതായത് ക്രെഡിറ്റ് കാർഡ് നമ്മളെ കൊണ്ട് കൂടുതൽ വിഡ്രോ ചെയ്യാനായിട്ടുള്ളത് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ഡെബിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ ദർ ഇസ് നോ റിസ്ക് ഓഫ് ഓവർ സ്പെൻഡിങ്. നമ്മുടെ എമൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്പെൻഡ് ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി നമ്മളെ കുറയാണ് ചെയ്യുക. അപ്പോൾ അവിടെ ഓവർ സ്പെൻഡിങ് കുറയ്ക്കാനായിട്ട് ഇതുകൊണ്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ ഡെബിറ്റ് കാർഡ് കൊണ്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത് ദർ ഇസ് നോ റിസ്ക് ഫോർ ഓവർ സ്പെൻഡിങ് ആസ് എ വിഡ്രോസ് ഹിസ് ഓൺ മണി. നമ്മുടെ പണം പിൻവലിക്കുന്നതിൽ കൂടുതൽ പണം പിൻവലിക്കാനായിട്ട് അനുവദിക്കുന്നില്ല. അതേസമയം ഇൻ ദ കേസ് ഓഫ് ക്രെഡിറ്റ് കാർഡ് ദർ ഇസ് എ ടെൻഡൻസി ഓഫ് ഓവർ സ്പെൻഡിങ് ആസ് ഹി ക്യാൻ വിഡ്രോ അപ് ടു എ സ്പെസിഫൈഡ് ലിമിറ്റ്. Then third one is there is no interest or other cost on debit card, but the credit card holder has to pay interest on the credit available by him. അവിടെ പറയുന്നത് there is no interest or other cost on debit card, but the credit card holder has to pay interest on the credit available by him. പിന്നെ പറയുന്നത് ഇവിടെ there is no interest. ഡെബിറ്റ് കാർഡിൽ നമുക്ക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ബട്ട് ദ ക്രെഡിറ്റ് കാർഡ് ഹോൾഡർ പേസ് ടു ഇൻട്രസ്റ്റ് ഓൺ ദ ക്രെഡിറ്റ് അവൈലബിൾ ബൈ ഹിം. എന്നാൽ കൂടുതലായിട്ട് ഏതിൽ ഇൻട്രസ്റ്റ് ബട്ട് ദ ക്രെഡിറ്റ് കാർഡ് ഹോൾഡർ പേ ടു ഇൻട്രസ്റ്റ് ഓൺ ദ ക്രെഡിറ്റ് അവൈലബിൾ ബൈ ഹിം. ദീസ് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഡെബിറ്റ് കാർഡ് ആൻഡ് ക്രെഡിറ്റ് കാർഡ്. നെക്സ്റ്റ് അവർ ടോപ്പിക് കിസാൻ ക്രെഡിറ്റ് കാർഡ്, KCC. Kisan credit card was introduced in 1998. They are issued by Indian banks to farmers for providing financial assistance in purchase of agricultural inputs. The holder of KCC are sanctioned a credit limit depending upon their land holding, the cropping pattern, etc. The agriculturist can withdraw money through slips or checks accompanied by card and passbook issued for the purpose. ഇവിടെ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഫാർമേഴ്സിന് വേണ്ടി ബാങ്കുകൾ ഇഷ്യൂ ചെയ്യുന്ന വൺ ഓഫ് ദി കാർഡാണ് ഇത് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡ് 1998 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൊരു കാർഡാണ്. ദെൻ അവിടെ പ്രൊവൈഡിങ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു പർച്ചേസ് ഓഫ് അഗ്രികൾച്ചർ ഇൻപുട്ട്. അവിടെ ശരിക്കും പറയുക വെച്ചാൽ കർഷകരെ സഹായിക്കുക, ഫാർമേഴ്സിനെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവർക്ക് ആവശ്യമായിട്ടുള്ള ലെൻഡിങ് ഫെസിലിറ്റീസൊക്കെ പ്രൊവൈഡ് ചെയ്യുക, അവർക്ക് ആവശ്യമുള്ള ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുക. എത്ര എമൗണ്ട് വരെ ക്രെഡിറ്റ് ഫോർ പർച്ചേസിങ് ദ അഗ്രികൾച്ചറൽ ഇൻപുട്സ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്കുകൾ ഇഷ്യൂ ചെയ്യുന്ന വൺ ഓഫ് ദി കാർഡാണ് ഇത് കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. കിസാൻ ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിസാൻ ക്രെഡിറ്റ് കർഷകർക്ക് വേണ്ടി കൊടുക്കുന്ന ക്രെഡിറ്റ് ഫെസിലിറ്റീസിനെയാണ് കിസാൻ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അത് യൂസ് ചെയ്യാനായിട്ട്, അത് വിഡ്രോ ചെയ്യാനോ, അതുപോലെ തന്നെ നമ്മളെന്താ പറയുക ഫാർമേഴ്സിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ആ കാർഡ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഫെസിലിറ്റീസ് അല്ലെങ്കിൽ അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ദ ഹോൾഡർ ഓഫ് KCC ആർ സാങ്ഷൻ എ ക്രെഡിറ്റ് ലിമിറ്റ് ഡിപ്പെൻഡിങ് അപ്പോൺ ദെയർ ലാൻഡ് ഹോൾഡിംഗ്, ദ ക്രോപ്സ് പാറ്റേൺ എക്സെട്ര. എത്രമാത്രമാണ് അവർ ലാൻഡ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്, അവർ പ്രൊജക്റ്റ് എത്രയാണ് എന്നൊക്കെ ബേസ് ചെയ്തിരിക്കും ഇത് അവർക്ക് കൊടുക്കുന്ന ക്രെഡിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സ്മാർട്ട് കാർഡ്. എല്ലാം ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ ബാങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്മാർട്ട് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, കിസാൻ ക്രെഡിറ്റ് കാർഡ്, ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻ, ATM ഫെസിലിറ്റീസ്, ഇങ്ങനെയൊക്കെ നമ്മൾ പുതിയ ഈ ബാങ്കിങ്ങിൽ ഓരോ സെക്ഷനായിട്ട് പഠിക്കണമെന്ന് മാത്രം. അപ്പോൾ സ്മാർട്ട് കാർഡ് എന്ന് പറയുന്നത് സ്മാർട്ട് കാർഡ് ഓൾസോ മൈക്രോ that means smart card also known as chip card use a different technology. Then smart card is a plastic card with a built-in microprocessor used typically to perform financial transactions. Then അവിടെ വിത്ത് ബിൽഡ് ഇൻ മൈക്രോ പ്രോസസ്സർ, ഒരു മൈക്രോ ചിപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഒരു കാർഡാണ് ഇത് സ്മാർട്ട് കാർഡ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് പെർഫോംസ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ദെൻ അവിടെ ഈ സ്മാർട്ട് കാർഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഹാവ് മൾട്ടിപ്പിൾ ഫങ്ഷൻസ് വിച്ച് സൈമൾട്ടേനിയസ്ലി ക്യാൻ ബി ആൻ ID, ക്രെഡിറ്റ് കാർഡ്, സ്റ്റോർഡ് വാല്യൂ ക്യാഷ് ആൻഡ് റിപ്പോസിറ്ററി ഓഫ് പേഴ്സണൽ ഇൻഫർമേഷൻ, ടെലിഫോൺ നമ്പേഴ്സ്, മെഡിക്കൽ ഹിസ്റ്ററി എക്സെട്ര. ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളതായിരിക്കും നമ്മൾ സ്മാർട്ട് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ സ്മാർട്ട് കാർഡ് ഓൾസോ നോൺ ആസ് ചിപ്പ് കാർഡ് യൂസ് എ ഡിഫറെൻറ്റ് ടെക്നോളജി. ഇറ്റ് കണ്ടെയ്ൻസ് എ കമ്പ്യൂട്ടർ മൈക്രോ ചിപ്പ്. ഇറ്റ് എംബഡഡ് വിത്ത് എ പ്ലാസ്റ്റിക് യൂണിറ്റ് പ്രൊവൈഡ്സ് യൂണിക് കാപ്പബിലിറ്റീസ്. അതായത് ഒത്തിരികൂടെ വേറിട്ട ഒരു
കപ്പാസിറ്റീസ് കൂടെയുള്ള ഒരു കാർഡാണിത്, സ്മാർട്ട് കാർഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഓഫേഴ്സ് കൺസ്യൂമേഴ്സ് ദ എബിലിറ്റി ടു ഹോൾഡ് മൾട്ടിപ്പിൾ അപ്ലിക്കേഷൻസ് ഓൺ സിംഗിൾ കാർഡ്. അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഓഫേഴ്സ് കൺസ്യൂമേഴ്സ് ദ എബിലിറ്റി ടു ഹോൾഡ് മൾട്ടിപ്പിൾ അപ്ലിക്കേഷൻസ് ഓൺ എ സിംഗിൾ കാർഡ്. ഒരു കാർഡ് കൊണ്ട് തന്നെ ഒരുപാട് അപ്ലിക്കേഷൻസ് ചെയ്യാൻ സാധിക്കുന്ന കാർഡുകളെയാണ് നമ്മൾ സ്മാർട്ട് കാർഡ് എന്ന് പറയുന്നത്. സോ കസ്റ്റമർ നീഡ് നോട്ട് ക്യാരി ഡിഫറെൻറ്റ് കാർഡ് ഫോർ ഡിഫറെൻറ്റ് യൂസേഴ്സ്. അതായത് ബാങ്കിങ് ഒരുപാട് ട്രാൻസാക്ഷൻസിന് വേണ്ടി ഒരുപാട് കാർഡുകൾ നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അതായത് മെഡിക്കൽ ഹിസ്റ്ററി അറിയാനാണെങ്കിലോ, നമ്മുടെ പേഴ്സണൽ ഐ ഡി അറിയാനായിട്ടോ, നമ്മുടെ കോൺടാക്ട് നമ്പേഴ്സിനെ കുറിച്ച് അറിയാനായിട്ടോ, അതുപോലെ തന്നെ പേയ്മെൻറ്റുകൾ നടത്താനായിട്ടോ, അങ്ങനെ എല്ലാം കൂടെ ഒരു മൈക്രോ ചിപ്പ് കൂടെ കണക്ട് ചെയ്തുകൊണ്ട് ചെയ്യുന്ന കാർഡുകളെയാണ് സ്മാർട്ട് കാർഡ് എന്ന് പറയുന്നത്. നിങ്ങളത് ഗൂഗിളിലൊക്കെ ഒന്ന് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇമേജസ് നിങ്ങൾക്ക് അവൈലബിൾ ആവും സ്മാർട്ട് കാർഡുകളുടെയൊക്കെ. ദെൻ ഫ്ലെക്സിബിലിറ്റി. സ്മാർട്ട് കാർഡ് ഹാവ് മൾട്ടിപ്പിൾ ഫംഗ്ഷൻസ് വിച്ച് സൈമൾട്ടേനിയസ്ലി ക്യാൻ ബി ID, credit card and stored value cash card and a repository of personal information such as telephone numbers or medical history. The card can be easily replaced if lost, and the requirement for a PIN provides additional security from unauthorized access to information by others. വളരെ ഈസി ആയിട്ട് മറ്റുള്ളവർക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഹൈലി സെക്യൂർഡ് ആണ് ഇത് സ്മാർട്ട് കാർഡ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് അത് ഫ്ലെക്സിബിൾ ആണ്. നമ്മൾ ഒരുപാട് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഒരൊറ്റ കാർഡ് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഫ്ലെക്സിബിൾ ആണ്, മോർ സെക്യൂർഡ് ആണ്, പോർട്ടബിൾ ആണ്, ആൻഡ് ഇൻക്രീസ്ഡ് ഡാറ്റ സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട്, ആൻഡ് ഓൾസോ റിലയബിൾ, വിശ്വസനീയമാണ്. അപ്പോൾ സെക്യൂരിറ്റി എന്നുള്ളതിൽ ദ സെക്കൻഡ് മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് സ്മാർട്ട് കാർഡ് ഈസ് സെക്യൂരിറ്റി. സ്മാർട്ട് കാർഡ്സ് ക്യാൻ ബി ഇലക്ട്രോണിക് കീ റിംഗ്സ് ഗിവിംഗ് ദ ബിയറർ എബിലിറ്റി ടു ആക്സസ് ഇൻഫർമേഷൻ ആൻഡ് ഫിസിക്കൽ പ്ലേസസ് വിതൗട്ട് എനി ഓൺലൈൻ കണക്ഷൻ. ദേ ആർ encryption devices so that the user can encrypt and decrypt information without relying on unknown and untrustworthy appliances. ഇവിടെ ഒന്നുകൂടെ സെക്യൂർഡ് ആണ് ഇത്. ദെൻ സ്മാർട്ട് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മോർ നെക്സ്റ്റ് വൺ ഈസ് ഇറ്റ് ഈസ് പോർട്ടബിൾ ആൻഡ് ഓൾസോ ഇൻക്രീസ്ഡ് ഡാറ്റ സ്റ്റോറേജ് കപ്പാസിറ്റി. Increased data storage capacity. Smart card can be used for storing personal as well as official data. Smart card is reliable and virtually unaffected by electrical and magnetic field. The next one is internet banking. Internet banking this is also known as online banking or virtual banking or everywhere banking. The next one is internet banking എന്ന് പറയാം. Internet banking allows customers to conduct financial transactions with a bank through internet facilities ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ട്രാൻസാക്ഷൻസ്. ഇന്റർനെറ്റ് ബാങ്കിങ് allows customers to conduct financial transactions with the bank through internet. Thus, internet banking is a platform for electronic delivery of banking services to customers. Now, customers can open account, pay bills, view account balances, transfer funds, and to almost all transactions in online. Internet banking then internet banking allows customers to conduct financial transactions with the bank through internet വഴി നമ്മൾ ചെയ്യുന്ന ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ചെയ്യുന്നതിനാണ് ഇന്റർനെറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. സോ ഇന്റർനെറ്റ് ബാങ്കിങ് ഈസ് എ പ്ലാറ്റ്ഫോം ഫോർ ഇലക്ട്രോണിക് ഡെലിവറി ഓഫ് ബാങ്കിങ് സർവീസസ്. ഇന്റർനെറ്റ് ബാങ്കിങ് എന്ന് പറയുമ്പോൾ അതൊരു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമാണ്. ബാങ്കിങ് ഫങ്ഷൻസ് പെർഫോം ചെയ്യാനുള്ള ഒരു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമാണ് ഇത് ഇന്റർനെറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. Then now customers can open account, pay bills, view account balances, transfer funds to almost all transactions are online. ഓൺലൈനായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. To access the online banking facility of a bank, customer having personal internet access must register with the bank for the services and set a password for customer verification. The access on online banking, the customer would go to bank website and enter the online banking facility using the customer number and the password. നമ്മുടെ പാസ്വേഡും നമ്മുടെ കസ്റ്റമർ ID ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ കയറിക്കൊണ്ട് തന്നെ നമുക്ക് ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. What are the facilities offered? Then account details അറിയാം, fund transfer, request services, investment services, value added services, etc. What are the advantages of internet banking? Internet banking ensures round the clock banking, 24 hours നമുക്ക് സർവീസ് അവൈലബിൾ ആണ്. ഇതാണ് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ ഒരു പ്രത്യേകത. ദർ ഈസ് നോ നീഡ് ഫോർ വിസിറ്റിംഗ് ദ ബ്രാഞ്ചുകൾ നേരിട്ട് നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ദർ ഈസ് നോ നീഡ് ഫോർ വിസിറ്റിംഗ് ദ ബ്രാഞ്ചസ്. ഇറ്റ് റെഡ്യൂസ് ദ ഓപ്പറേഷണൽ കോസ്റ്റ്. അതായത് നമുക്ക് അക്കൗണ്ട് ആ ഒരു ട്രാൻസാക്ഷൻസ് അതിൻ്റെ ഓപ്പറേഷണൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇൻ്റർനെറ്റ് ബാങ്കിങ് പ്രൊവൈഡ്സ് internet banking provides speedy services to customers and it reduces the pressure of bank staff.
It provides banks an opportunity to have access to wider market. It eliminates costly paper processing. It provides an opportunity for banks to mold new product as per customer requirement. It ensures privacy for banking transactions. Then what are the disadvantages of internet banking? Internet banking can be used only by customers who has accessibility to internet. In India, majority of customers are technologically ലിറ്ററേറ്റ്, അതായത് നോട്ട് ലിറ്ററേറ്റ്, അതായത് ടെക്നോളജിക്കലി അത്രമാത്രം ഇന്ത്യയിലുള്ള കസ്റ്റമേഴ്സ് ലിറ്ററേറ്റ് അല്ല എന്ന് പറയുന്നതാണ് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ ഒരു ഡ്രോബാക്ക്. ദർ ഈസ് ഓൾവേസ് ദ ഫിയർ ഓഫ് സെക്യൂരിറ്റി. ഇത് ചെയ്തു കഴിഞ്ഞാൽ ശരിയാവോ എന്ന് പറയുന്നൊരു പേടിയുണ്ട്. സം കസ്റ്റമേഴ്സ് ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഇൻ്റർനെറ്റ് ബാങ്കിങ്. ദേ ആർ നോട്ട് ഷുവർ ഓഫ് ദ ക്വാളിറ്റി ഓഫ് സർവീസ് പ്രൊവൈഡഡ് ബൈ ദ ബാങ്ക്. ബാങ്കുകൾ ചെയ്യുന്ന സർവീസസിൻ്റെ ക്വാളിറ്റി ലഭ്യമല്ല എന്ന് പറയുന്നൊരു തോന്നലുണ്ടായിരിക്കാം. Then all banking transaction cannot be performed electronically. Many banking activities require personal visit of customer to bank. എല്ലാ ട്രാൻസാക്ഷൻസും നമുക്ക് ഇലക്ട്രോണിക് ബാങ്കിങ്ങിലൂടെ കഴിയില്ല. എങ്കിൽ കൂടെ പല കാര്യങ്ങൾക്കും നമ്മൾ നേരിട്ട് ബാങ്കിനെ സമീപിക്കേണ്ടതായിട്ട് വരാം. The banks have incur high initial expenditure to set up and necessary infrastructure. ഇൻ്റർനെറ്റ് ബാങ്കിങ് ഫെസിലിറ്റീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആവശ്യമാണെന്ന് വെച്ചാൽ ഹൈ initial expenditure. The banks have to incur high initial expenditure for setting up necessary infrastructure for internet banking. The banks require 24 hours supportive environment and support of qualified technical staff which increase their cost of operation. മാത്രമല്ല ദെൻ 24 hours സപ്പോർട്ടീവ് എൻവയൺമെൻറ്റ് ആയിരിക്കണം, സപ്പോർട്ട് ഓഫ് ക്വാളിഫൈഡ് ടെക്നിക്കൽ സ്റ്റാഫ് വിച്ച് ഇൻക്രീസ് ദെയർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. മാത്രമല്ല കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ല, കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ. ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടായിരിക്കണം എന്നൊക്കെ പറയുന്നത് അത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ കോസ്റ്റ് ഒന്നുകൂടെ ഇത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുടെ സർവീസ് ബാങ്കുകൾക്ക് അവൈലബിൾ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇത്തിരി റിസ്ക്കാണ്, ഇത്തിരി കോസ്റ്റ്ലിയാണ്. അതാണ് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് മൊബൈൽ ബാങ്കിങ്. നമുക്കറിയാം മൊബൈൽ ബാങ്കിങ് എന്ന് പറയുന്നത് നൗ കസ്റ്റമേഴ്സ് ക്യാൻ പെർഫോം ട്രാൻസാക്ഷൻ ഫ്രം ഹിസ് ഓൺ ഹോം ഓർ ഓഫീസ് അറ്റ് എനിവർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടെലിഫോൺ. ദെൻ ദ ഏർലിയസ്റ്റ് മൊബൈൽ ബാങ്കിങ് സർവീസസ് ആർ പ്രൊവൈഡഡ് ത്രൂ SMS, a service known as SMS banking. With the introduction of smartphones, banks started to offer mobile banking with the help of mobile web. ഇന്ന് ആദ്യമൊക്കെ നമുക്ക് SMS വഴിയാണ് മൊബൈൽ സർവീസസ് നമുക്ക് അവൈലബിൾ ആയിരുന്നതെങ്കിൽ ഇന്ന് നമുക്കറിയാലോ ആൻഡ്രോയിഡ് ഫോൺസിൻ്റെ ഒക്കെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് ടെക്നോളജിയിലുണ്ടായിട്ടുള്ള മാറ്റം, അതായത് അപ്പോൾ അതൊന്നുകൂടെ മൊബൈൽ ബാങ്കിങ്ങിനെ ഒന്നുകൂടെ എന്താ പറയുക ഒന്നുകൂടെ ഫെസിലിറ്റീസ് ഒരുക്കി തരികയാണ് ചെയ്യുന്നത്. അതായത് മിനി സ്റ്റേറ്റ്മെൻറ്റ്, ചെക്കിംഗ് ഓഫ് അക്കൗണ്ട് ഹിസ്റ്ററി, അക്കൗണ്ട് അലേർട്ട് ഓർ ആക്ടിവിറ്റിയെക്കുറിച്ച് അറിയാം, മോണിറ്ററിംഗ് ഓഫ് ടേം ഡെപ്പോസിറ്റ്സ്, access to loan statement, access to card statement, mutual funds and equity statement, insurance policy management, pension plan management, stop payment of checks, stop payment of ordering checks, balance checking in accounts, recent transactions, due date of payment, change in PIN, block of card lost or stolen, locating nearest bank branch, ATM etc. ഇതൊക്കെ അറിയാനായിട്ട് നമുക്കിന്ന് മൊബൈൽ ബാങ്കിങ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു സർവീസാണ് ടെലി ബാങ്കിങ്. ടെലി ബാങ്കിങ്ങിൽ ഇറ്റ് ഈസ് എ സർവീസ് പ്രൊവൈഡഡ് ബൈ ബാങ്ക്സ് വിച്ച് എനേബിൾസ് കസ്റ്റമേഴ്സ് ഓഫ് എ ബാങ്ക് to perform financial transactions over the telephone without the need to visit a bank branch of ATM. In order to use this facility, a customer must first register with the bank for the services and set a password for customers. The password of telephone banking is normally different from the password used for online banking. To access telephone banking, the customer would call the special phone number set by the bank and enter in the keypad the customer number and password. The types of financial transactions which a customer may transact through telephone banking include obtaining account balances, list of latest transactions, electronic bill payments and fund transfers. ഇതൊക്കെയാണ് ഇത് ടെലി ബാങ്കിങ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ചെക്ക് ട്രൺകേഷൻ സിസ്റ്റം. ട്രൺകേഷൻ സിസ്റ്റത്തിലെ ദെൻ CTS, ഇറ്റ് ഈസ് ആൻ ഇമേജ് ബേസ്ഡ് ക്ലിയറിംഗ് സിസ്റ്റം. ട്രൺകേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഇമേജ് ബേസ്ഡ് ക്ലിയറിംഗ് സിസ്റ്റമാണ്. ഇറ്റ് ഈസ് എ പ്രോജക്റ്റ് അണ്ടർടേക്കൺ ബൈ RBI ഫ്രം ഫാസ്റ്റ് ക്ലിയറിംഗ് ഓഫ് ചെക്ക്. അതായത് മറ്റ് ബാങ്കുകളിൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ചെക്കുകളൊക്കെ ക്ലിയർ ചെയ്തെടുക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെക്ക് ക്ലിയറിംഗ് സിസ്റ്റം നമ്മൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതിനെയാണ് ചെക്ക് ട്രൺകേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. Check truncation system or image based clearing system. Image based clearing system is a project undertaken by RBI
ഫോർ ഫാസ്റ്റർ ക്ലിയറിംഗ് ഓഫ് ചെക്കുകൾ വളരെ വേഗത്തിൽ ക്ലിയർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു സംവിധാനത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, ചെക്ക് ട്രൺകേഷൻ സിസ്റ്റം. It is an online image-based check clearing system where check images and magnetic ink character recognition data are captured in the collecting bank branch and transmitted electronically. Transactions means stopping the flow of the physical check issued by the drawer to the drawee branch. Instead of sending the check to the drawee branch, the electronic image of the check is sent to the branch with the relevant information like MICR field, date of presentation, present in bank, etc. ഇതിൻ്റെ ഈ ചെക്ക് ട്രൺകേഷൻ സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് റിയലൈസേഷൻ ഓഫ് പ്രൊസീഡ്സ് ഓഫ് ചെക്ക് ഈസ് പോസിബിൾ വിത്തിൻ ദ സെയിം ഡേ. വളരെ പെട്ടെന്ന് തന്നെ ചെക്കുകൾ ക്ലിയർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. സോ റിയലൈസേഷൻ ഓഫ് പ്രൊസീഡ്സ് ഓഫ് ചെക്ക് ഈസ് പോസിബിൾ വിത്ത് ദ സെയിം ഡേ. ദെൻ ഇറ്റ് ഓഫേഴ്സ് ബെറ്റർ വെരിഫിക്കേഷൻ പ്രോസസ് and it provides increased operational efficiency. Then reduction of manual work result in reduction of errors. It provides increased customer satisfaction. It extends the jurisdiction of clearing house to entire country. It reduces the cost of collection. The next one is e-purse. ഇതിനെ ഓരോ ടേംസും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. വാട്ട് ഈസ് മെൻ ബൈ ഇ ബാങ്കിങ്, വാട്ട് ഈസ് മെൻ ബൈ വെർച്വൽ ബാങ്കിങ്, വാട്ട് ഈസ് മെൻ ബൈ സ്മാർട്ട് കാർഡ്, ഇങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാം. e-purse എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ ഈസ് e-purse. So electronic purse or e-purse is a type of smart card with an embedded microchip. It provides multiple options such as payment by debit card or credit card. It is a state-of-the-art cash or card facilities, purchase of goods and payments for these services. That means it is stored electronically in a microchip. Cash is stored electronically in a microchip. It can replace cash for small payments. ചെറിയ പേയ്മെൻറ്റ്സിനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ക്യാഷ് ഈസ് സ്റ്റോർഡ് ഇലക്ട്രോണിക്കലി ഓൺ എ മൈക്രോചിപ്പ്. ഒരു മൈക്രോചിപ്പിൽ നമ്മളിത് സ്റ്റോർ ചെയ്യുന്നതിനാണ് e-purse എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ റീപ്ലേസ് ക്യാഷ് ഫോർ സ്മോൾ പേയ്മെൻറ്റ്സ്. e-purse ഈസ് ഇഷ്യൂഡ് ബൈ ദ ബാങ്ക്സ് ടു ദെയർ കസ്റ്റമേഴ്സ്. മണി ഈസ് ട്രാൻസ്ഫർഡ് ഫ്രം ദ കസ്റ്റമേഴ്സ് അക്കൗണ്ട് ടു ദ e-purse യൂസിങ് ദ ലോഡ് ഡിവൈസ്. The transactions is protected by PIN. Payment by e-purse may be online or offline. The money in the e-purse can be used in the card holder for making payments. Next and last one is virtual banking. Virtual banking means offering services by banks predominantly or exclusively over the internet. Virtual എന്ന് പറയുമ്പോൾ അതായത് ശരിക്കും ഒരു ഇവിടെ പറയുന്നത് വിർച്വൽ ബാങ്കിങ് മീൻസ് ഓഫറിംഗ് സർവീസസ് ബൈ ബാങ്ക് predominantly or exclusively over the internet. അതായത് ഫിസിക്കലി അല്ലാതെ തന്നെ ഇൻ്റർനെറ്റ് വഴി ചെയ്യുന്ന ബാങ്കിങ് സർവീസസിനെയാണ് നമ്മൾ എന്ത് പറയുക, വെർച്വൽ ബാങ്കിങ് എന്ന് പറയുന്ന ടേം ഉപയോഗിക്കുക. വെർച്വൽ ബാങ്ക് ഓഫേഴ്സ് നോർമൽ ബാങ്കിങ് സർവീസസ് ഇൻക്ലൂഡിങ് ആക്സസ് ടു ദെയർ സേവിങ്സ് അക്കൗണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടുകൂടി ബാങ്കിങ് സർവീസസ് ചെയ്യുന്നതിനെയാണ് വെർച്വൽ ബാങ്കിങ് എന്ന് പറയുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻ്റർനെറ്റ് ഇറ്റ് ഓഫേഴ്സ് വൈഡ് റേഞ്ച് ഓഫ് ഓൺലൈൻ സർവീസസ് വിച്ച് മേക്സ് ബാങ്കിങ് ആക്സസിബിൾ എനി ടൈം ഫോർ എനിവെയർ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്കൈബർ ബാങ്കിങ് ഓർ ഡയറക്റ്റ് ബാങ്കിങ്, ഹോം ബാങ്കിങ് ഓർ ഓൺലൈൻ ബാങ്കിങ്. ഇങ്ങനെ ഈ വെർച്വൽ ബാങ്കിങ്ങിനെ സ്കൈബർ ബാങ്കിങ് എന്നോ ഓൺലൈൻ ബാങ്കിങ് എന്നോ എന്ന് പറയുന്ന ഡിഫറെൻറ്റ് ടേംസുകളിലൊക്കെ നമ്മൾ അറിയപ്പെടാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് ഏകദേശം ഓരോന്നും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലൊക്കെ ഈ ചെറിയ ക്വസ്റ്റ്യൻസ് എല്ലാം ഷോർട്ടസ്റ്റ് ഒക്കെ ചോദിക്കാം. വാട്ട് ഈസ് മെൻ ബൈ ഇ ബാങ്കിങ്, വാട്ട് ഈസ് മെൻ ബൈ കോർ ബാങ്കിങ്, RTGS ആൻഡ് NEFT, നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, ഇ-ചെക്ക്, ATM, ഇൻ്റർനെറ്റ് ബാങ്കിങ്, വാട്ട് ഈസ് മെൻ ബൈ ഡെബിറ്റ് കാർഡ് ആൻഡ് ക്രെഡിറ്റ് കാർഡ്, ഇതൊക്കെ ചോദിക്കാം. പിന്നെ ദെൻ SC ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ഇ ബാങ്കിങ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കമ്പോണൻസ് ഓഫ് ഇ ബാങ്കിങ്. അപ്പോൾ ഇ ബാങ്കിങ്ങിൻ്റെ കമ്പോണൻസ് ഒക്കെ ചോദിക്കാൻ നമുക്ക് ധാരാളം എഴുതാനുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാർഡ് ഇൻ ഇ ബാങ്കിങ്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇ ബാങ്കിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിരിക്കുന്നത്. ദെൻ അതിൽ ഇ ബാങ്കിങ്ങിലെ സാധാരണ രീതിയിൽ ഒരുപാട് 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഡിഫൈൻ ഡെബിറ്റ് കാർഡ്, ഡിഫൈൻ ക്രെഡിറ്റ് കാർഡ്, സ്മാർട്ട് കാർഡ്, മൊബൈൽ ബാങ്കിങ്, ടെലി ബാങ്കിങ്, e-purse, കിസാൻ ക്രെഡിറ്റ് കാർഡ്, വാട്ട് ഈസ് മെൻ ബൈ ചെക്ക് ട്രൺകേഷൻ സിസ്റ്റം, ദെൻ CTS ചെക്ക് ട്രൺകേഷൻ സിസ്റ്റം, ദെൻ നെഫ്റ്റ്, RTGS, കോർ ബാങ്കിങ്, ഇ ബാങ്കിങ്, ഇത്തരത്തിലുള്ള ടേംസുകളൊക്കെ നിങ്ങൾ വളരെ വൃത്തിയായിട്ട് തന്നെ 2 മാർക്കിൻ്റെ ക്വസ്റ്റിന് വേണ്ടിയിട്ട് പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, ഇതെല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഓക്കെ, താങ്ക്സ്.